ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല്ലിയെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അമൃതാജനോ വിക്സോ ടൈഗർ ബാമോ ഏത് വേണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ബാം ആയിരിക്കണം എന്ന് മാത്രം. കുറച്ച് കൂടുതൽ സ്ട്രോങ് ഉള്ളതാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ടൈഗർ ബാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ടൈഗർ ബാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ വിനാഗിരിയാണ് കേട്ടോ. ഏത് വിനാഗിരി ആയാലും കുഴപ്പമില്ല. വൈറ്റ് വിനീഗറോ ഈ ഫ്ലേവേർഡ് വിനീഗറോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. അതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വല്ലാതെ കുറഞ്ഞു പോയി. അത് ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് നന്നായി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കായപ്പൊടി കേട്ടോ. സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് കായപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും. ഈ ഒരു സംഭവമാണ് നമുക്ക് ആവശ്യം കേട്ടോ. പല്ലിയൊക്കെ വരുന്നിടത്ത് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മിക്സ് ആയതുകൊണ്ട് തന്നെ അലിയാൻ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ചും ചൂടുവെള്ളം അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അലിഞ്ഞിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ചെറിയ ബോട്ടിൽ 10 രൂപയുടെ ഒക്കെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ മൂടിയിൽ ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സ്പ്രേ ബോട്ടിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പല്ലി വരുന്ന ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടി വിയുടെ ഒക്കെ തൊട്ട് പിൻഭാഗത്തൊക്കെ ഇതുപോലെ പല്ലികൾ വരാറുണ്ട്. ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ കർട്ടൻ്റെ പിൻവശത്തൊക്കെ ഇതുപോലെ വന്ന് നിൽക്കാറുണ്ട് പല്ലികൾ, അവിടെയും ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രിഡ്ജിൻ്റെ പിൻഭാഗത്ത് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ പല്ലി വരുന്നത് ഏത് ഭാഗങ്ങളിലാണ് ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു എഫക്റ്റ് ഉണ്ടാവും.